ജില്ലയുടെ ചുമതല വഹിക്കുന്ന രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. ചെറിയ വാക്കുകളിലൂടെ പെട്ടെന്ന് സംസാരം നിർത്തും. ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ ലീഡേഴ്സ് മീറ്റ് ഏറ്റവും മനോഹരമാക്കി മാറ്റാൻ നേതൃപരമായ എല്ലാ കോർഡിനേഷൻ പ്രവർത്തനങ്ങൾക്കും ഉജ്ജ്വലമായി നേതൃത്വം കൊടുത്ത പ്രിയ സ്നേഹിതൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജോസഫ് ടാജറ്റ്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട വർക്കിംഗ് പ്രസിഡന്റുമാർ, റോജി എം ജോൺ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ജില്ലയിലെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, വരാനിരിക്കുന്ന ദിവസങ്ങളും ഈ വരുന്ന 7-ാം തീയതി വരെയുള്ളതായ സമയവും ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. തൃശ്ശൂർ കോർപ്പറേഷനും അതുപോലെ ഈ ജില്ലയിലെ മുനിസിപ്പൽ ത്രിതല പഞ്ചായത്തുകൾ ഇതിൻ്റെ ഭരണം തിരിച്ചുപിടിക്കാൻ, ഉള്ളത് നിലനിർത്താൻ, കയ്യിൽ നിന്ന് കൈമോശം പോയത് തിരിച്ചുപിടിക്കാൻ ഏറ്റവും പ്രാധാന്യമുള്ളതായ സന്ദർഭത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഈ സമയം മുഴുവൻ ആളുകളും അവരുടെ വാർഡിൻ്റെ ഉത്തരവാദിത്തം വോട്ട് ചേർക്കാൻ റീഅറേഞ്ച്ഡ് വോട്ടർ പട്ടികയിലെ അതിർത്തികൾക്കനുസരിച്ച് വോട്ടുകൾ വിന്യസിപ്പിച്ച് അതിൽ തകിടം മറിക്കാൻ നേതൃത്വം കൊടുത്തോ എന്നുള്ളത് നിശ്ചയമായും ബോധ്യപ്പെടാൻ, വോട്ടുകൾ തള്ളേണ്ട വോട്ടുകൾ തള്ളാൻ, വോട്ടർ പട്ടിക ഒരു തെരഞ്ഞെടുപ്പിൻ്റെ യുദ്ധസമാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അടിസ്ഥാനപരമായ ആയുധമായിട്ടുള്ള വോട്ടർ പട്ടികയെ കൃത്യതയോടുകൂടി നമുക്കനുകൂലമാക്കി മാറ്റാൻ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇനിയുള്ള ദിവസം നേതൃത്വം കൊടുക്കണം എന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുക. ഇവിടെ വിതരണം ചെയ്തിട്ടുള്ളത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഐഡന്റിറ്റി കാർഡുകളാണ്, പ്രസിഡന്റുമാരുടെ ഐഡന്റിറ്റി കാർഡുകളാണ്. ഷാഫി ഇവിടെ സൂചിപ്പിച്ചു, DC പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു, ഈ കാർഡ് കേവലം ഒരു കാർഡല്ല. ഈ കാർഡ് ഈ ജില്ലയിലെ കോൺഗ്രസിനെ തിരിച്ചു പിടിക്കാനുള്ള നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാമനിർദ്ദേശമാണ് ഈ കാർഡെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ കാർഡ് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന വാർഡിലുള്ളതായിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകന്മാരെ മുഴുവൻ ഒരുമയോടുകൂടി കൊണ്ടു നടക്കാനുള്ളതായിരിക്കുന്ന നിങ്ങളുടെ നിയോഗമാണ്, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഈ കാർഡ് നിങ്ങളുടെ ഏത് വാർഡിലാണോ നിങ്ങളെ ചുമതലപ്പെടുത്തുന്നത് ആ ചുമതലപ്പെട്ടതായിരിക്കുന്ന വാർഡിൽ ഒരു മരണം നടക്കുമ്പോൾ ആ വീട്ടിലേക്ക് പോകാൻ, അവന്റെ വേദനയിൽ പങ്കാളിയാകാൻ, അവസാന അടിയന്തരത്തിന്റെ സന്ദർഭത്തിലും ആ വീടിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ, ഒരു വീട്ടിൽ വിവാഹമുണ്ടാകുമ്പോൾ ആ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാൻ, ആ വീട്ടിൽ വായനശാലയുടെ വാർഷികമുണ്ടാകുമ്പോൾ, ആ വാർഡിൽ സ്കൂളിന്റെ വാർഷികമുണ്ടാകുമ്പോൾ, അവിടെയുള്ള ഗ്രാമസഭകൾ നടക്കുമ്പോൾ, അവിടെയുള്ള പ്രാദേശിക വികസന കാര്യങ്ങൾ നടക്കുമ്പോൾ, ജനകീയ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെയൊക്കെ മുൻപന്തിയിൽ നൂറ്റാണ്ട് പഴക്കമുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിഷ്ഠയാണ് നിങ്ങൾ ഈ കാർഡിലൂടെ നിർവഹിക്കപ്പെടുന്നത് എന്നുള്ള വലിയ യാഥാർത്ഥ്യം, വലിയ ഉത്തരവാദിത്തം ഓരോ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ മനസ്സിലും ഉണ്ടാകണം എന്നുള്ളത് വിനീതമായി നിങ്ങളോട് പറയുകയാണ്. മറ്റുള്ള ഒരു കാര്യത്തിലേക്കും കടക്കുന്നില്ല. ഛത്തീസ്ഗഡിൽ നിന്ന് കടന്നു വന്ന പ്രിയ സ്നേഹിതൻ സഹോദരൻ ശ്രീ റോജി എം ജോൺ ഇവിടെയുണ്ട്. കോൺഗ്രസ് അങ്ങനെയാണ്. എല്ലാ സന്ദർഭങ്ങളിലും വേദനിക്കുന്നവരെ ചേർത്ത് നിർത്താൻ നേതൃത്വം കൊടുത്തതായ ഈ മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം, അതിന്റെ ചരിത്രം നൂറ്റാണ്ട് പഴക്കം ഈ രാജ്യത്തിന്റെ പവിത്രമായ സ്വാതന്ത്ര്യ സമ്പാദന സമരം മുതൽ കടന്നു വന്നതായ പാവനമായ ചരിത്രമാണ്. ഞാൻ ഒരൊറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ലൂർദ് മാതാവിന്റെ തിരുസ്വരൂപത്തിൽ, ഈ മനോഹരമായ തിരുസ്വരൂപത്തിൽ പൊൻകിരീടം ചാർത്താൻ കടന്നു വന്ന് ഓശാന പെരുന്നാളിന് കുരുത്തോല തൂക്കി പ്രദക്ഷിണത്തിന് നേതൃത്വം കൊടുത്ത് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചതായിരിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം. ആ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ജനപ്രതിനിധി ഛത്തീസ്ഗഡിൽ 2 പ്രിയപ്പെട്ടതായിരിക്കുന്ന തിരുവസ്ത്രമറിഞ്ഞ സന്യസ്തരെ ജയിലിനകത്താക്കിയപ്പോ പത്രപ്രവർത്തകർ പോയി സിസ്റ്റേഴ്സിനെ കുറിച്ച് ചോദിച്ചു, എന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി മാറി നിൽക്ക് എന്നാണ് പറഞ്ഞത്. മാറി നിൽക്ക് എന്നാണ് പറഞ്ഞത്. മാറി നിൽക്ക് എന്ന് പറഞ്ഞവനെ മാറി നിൽക്ക് എന്ന് ഇവിടെയുള്ള തൃശ്ശൂരിലെ ജനത പറഞ്ഞിരിക്കുന്നു. അതിന്റെ പ്രഖ്യാപനത്തിലേക്ക് പോകാൻ, അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ, കൃത്യമായി ആളുകളെ തിരിച്ചറിയാൻ,
കൃത്യമായി അവരുടെ അജണ്ടകളെ തിരിച്ചറിയാൻ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയെ തിരിച്ചറിയാൻ നമുക്കെല്ലാവർക്കും ബോധ്യമാകുന്ന തരത്തിൽ ജനസമക്ഷം നിന്ന് പ്രവർത്തിക്കാനുള്ള വലിയ അവസരമാണ് ഈ നിയോഗം എന്നുള്ളതുകൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. 8-ാം തീയതി ബഹുമാന്യ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇവിടെ പറയും, 8-ാം തീയതി മുതൽ ഒരു സീരീസ് ഓഫ് മീറ്റിംഗിലേക്ക് വീണ്ടും നമ്മൾ കടക്കുകയാണ്. നിലവിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശാക്തീകരണം നൽകി ഇനി അങ്ങോട്ടുള്ളതായിരിക്കുന്ന സമയം, ഇനി അങ്ങോട്ടുള്ളതായിരിക്കുന്ന മണിക്കൂറുകൾ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരുമിച്ച് ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രതാപത്തെ വീണ്ടെടുക്കാനുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്. നമുക്ക് ഒരുപാട് നേതാക്കന്മാരുണ്ട്, ദീർഘമായി കൊണ്ടുപോകുന്നില്ല. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് കുമാറിനെ ക്ഷണിക്കുന്നു. അതിനുശേഷം ദേശീയ ഗാനം, എന്നിട്ട് നമുക്ക് പിരിയാം. പ്രിയപ്പെട്ടവരെ, തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റിംഗിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഏറെ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ KC വേണുഗോപാൽ MP അവർക്ക് തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ മഹനീയ